ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എന്ത് കറിയാണ് ചെയ്യുക എന്നുള്ളൊരു എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനാണല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളിക്കറി ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റായിട്ട് കുറച്ച് ക്രീമൊക്കെ ചേർത്തിട്ടുള്ളൊരു ഉള്ളിയുടെ കറിയാണ്. നമുക്ക് നോക്കാമല്ലേ ഇതെങ്ങനെയാണെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. കടായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുക. 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 പട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്കൊരു 1/2 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ജീരകം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു 1/2 സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ഞാനിപ്പോൾ വലിയ 2 വലിയുള്ളിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി അതുപോലെ 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, അതും 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയും ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ജീരകം ഓയിലിൽ ഫ്രൈ ചെയ്തപ്പോഴും ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ നമുക്കിതുപോലെ പൗഡറാക്കിയിട്ടും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വരും. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ഓയിൽ ഒഴിക്കാതെ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൗഡറാക്കി എടുത്താൽ മതി. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം 2 ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അതേ മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്കൊരു 2 വലിയ ടേബിൾ സ്പൂണിൽ ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ക്രീമല്ല കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ നമ്മുടെ പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു പാട വരുമല്ലോ, ആ പാടനെ മിക്സിയിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ കറികളിൽ യൂസ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചപ്പാത്തിക്കോ അതുപോലെ പത്തിരിയുടെ കൂടെ കഴിക്കാനും അതുപോലെ പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു ക്രീമി ഓണിയൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.